ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുരിങ്ങയ്ക്ക കൊണ്ട് ഒരു കുറുമ ഉണ്ടാക്കാം. അതിന് വേണ്ടത് 3 മുരിങ്ങയ്ക്ക ഇതുപോലെ കട്ട് ചെയ്ത് വേവിച്ചെടുത്ത് വെക്കണം. ഒരു തക്കാളി വേണം. ശകലം മല്ലിയിലയും പുതിനയില വേണം. ഇത് പുതിനയിലയാണ് വേണം. ഇത് രമ്പയില, ഇത് മല്ലിയില, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വയ്ക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്ക് അരച്ച് വയ്ക്കണം. 2 സവാള ചെറുതായിട്ട് ഇതുപോലെ കൊത്തി എരിഞ്ഞ് വയ്ക്കണം. ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് വേവിച്ചെടുത്ത് വയ്ക്കണം. ഒരു ഉരുളക്കിഴങ്ങ് വേണം. ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ തേങ്ങ, ഇത് ഒരു 4 സ്പൂൺ തേങ്ങ നമുക്ക് വറുത്തെടുത്ത് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് ഇറച്ചി മസാല എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ബേ ലീവ്സ്, പെരിഞ്ജീരകം, ഗ്രാമ്പും പട്ടയും കുരുമുളകും ഒക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് മല്ലിയും മുളകും, 4 സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 4 മുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ആദ്യം നമുക്ക് ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കാം. 1 സ്പൂൺ എണ്ണ ഒഴിക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് ഇറച്ചി മസാല വറുത്തെടുക്കുക. എല്ലാം പ്രത്യേകം വറുത്തെടുത്തിരിക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ആദ്യം ഇറച്ചി മസാല വറുത്തെടുത്ത് വച്ചതിന് ശേഷം നമുക്ക് മല്ലിയും മുളക് വറുത്തെടുക്കാം. പിന്നീട് തേങ്ങ വറുത്തെടുക്കാം. ഇറച്ചി മസാല വറുത്ത് കോരിയെടുത്ത് ഇനി മല്ലിയും മുളകും കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്ത് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞ് തേങ്ങ വറുത്തെടുക്കാം. മല്ലിയും മുളകും നന്നായിട്ട് വറുത്ത് വന്ന് ഇനി നമുക്കിത് കോരി മാറ്റാം. അത് കഴിഞ്ഞ് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ ഒരുവിധം വറുത്ത് വന്ന് ഇനി നമുക്കിതിലേക്ക് 5-6 കപ്പലണ്ടി കൂടെ ഇടാം. 1 സ്പൂൺ കപ്പലണ്ടി കൂടെ ചേർക്കാം. തേങ്ങ ഇല്ലെങ്കിലും വെറും കപ്പലണ്ടി ഇതുപോലെ വറുത്തും നമുക്ക് ഈ കറി വയ്ക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് തേങ്ങ വേണമല്ലോ, അതുകൊണ്ടാണ്. തേങ്ങ ഇല്ലാത്ത കറി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ തേങ്ങ വറുത്തെടുത്തത്. അപ്പോൾ ഈ തേങ്ങയും കപ്പലണ്ടിയും നന്നായിട്ട് മൂത്ത് ഇനി നമുക്ക് ഇത് വറുത്ത് കോരി വയ്ക്കാം. ഇത് ഇത്തിരി തണുക്കട്ടെ. എല്ലാം കൂടെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. അടുത്ത് നമുക്ക് അടുപ്പിൽ പാൻ വയ്ക്കാം. ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണേ. എണ്ണ ചൂടായതിന് ശേഷം കടുകിടാം. നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളി ചേർക്കാം. ഉള്ളി ചേർത്ത് ഉള്ളി നന്നായിട്ട് വഴണ്ട് വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർക്കാം. പച്ചമുളക്, എണ്ണ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി തക്കാളി, എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് വഴണ്ട് വന്ന് ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങയ്ക്ക ചേർക്കാം. ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ് ആവശ്യത്തിന് ചേർത്തോളണേ. നമുക്ക് കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത്. നിങ്ങൾക്ക് എത്ര കറി വേണോ അതനുസരിച്ച് ഇതെല്ലാം കൂട്ടിക്കൊള്ളണം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത്, ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ടേസ്റ്റ് അനുസരിച്ച് ചേർത്തോളണം. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് ഇനി മല്ലിയും മുളകും ഇറച്ചി മസാലയൊക്കെ അരച്ച് വെച്ചതുണ്ടല്ലോ, അതുകൂടെ നമുക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം.
ഉപ്പ് നോക്കിയപ്പോൾ പോരാ, ഒരു അര സ്പൂൺ കൂടെ ഞാൻ ഉപ്പ് ചേർത്ത് ഒരു അര ടീസ്പൂൺ ശർക്കര പൊടി കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കറിയിലുള്ള എണ്ണയെല്ലാം നന്നായിട്ട് പിരിഞ്ഞ് മുകളിലോട്ട് വരികയും ചെയ്യും. നമ്മളിവിടെ കുറച്ചല്ലേ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ശർക്കര ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറി. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില, ഇതിലേക്ക് സകലം മേത്തി ലീവ്സ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. മേത്തി ലീവ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ല, ഉലുവയില ഉണക്കിയതാണ്. ഒരു നുള്ളി ചാറ്റ് മസാല, ഇതും അതുപോലെ തന്നെ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മുടെ കറി റെഡിയായി. മുരിങ്ങയ്ക്ക കുറുമ റെഡിയായി. ഇത് വളരെ ടേസ്റ്റിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും സപ്പറിനും ഈ കറി വളരെ സൂട്ടബിളാണ്. ഇതുപോലെ നിങ്ങളും കൂടെ ഉണ്ടാക്കി നോക്കണേ.